ഡെപ്യൂട്ടി മേയറായിട്ടുള്ള AK റോസി തന്നെ പറഞ്ഞു, ഇതൊന്നും കേന്ദ്രം കൊണ്ടുവന്നതാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. UPA ഗവൺമെൻറ് ആയത് കൊണ്ടുവന്നത്. UPA ഗവൺമെൻറ്റിൽ എന്താ CPM പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് CPMന് അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ആ മുന്നണിയിൽ അവരുണ്ടായിരുന്നു. അവർ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന അവരാണെന്ന് പറയുന്നു. തൃശ്ശൂർ മേയർ MK വർഗീസ് BJPയിലേക്ക് പോകുമോ? ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ചോദ്യം ഇപ്പോൾ അതായിരിക്കുകയാണ്. കാരണം MK വർഗീസ് ഒരു സത്യസന്ധനായ വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസ് വിമതനായിട്ട് നിന്ന് ജയിച്ചാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ കൗൺസിലറാവുന്നത്. ഇടതുമുന്നണി അദ്ദേഹത്തെ പിന്തുണച്ചു, കോൺഗ്രസിനെ എതിർത്തതുകൊണ്ട്. രാഷ്ട്രീയം നോക്കിയാണല്ലോ അല്ല, വികസനമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം മേയറായി. മേയറായതുകൊണ്ട് സത്യം പറഞ്ഞുകൂടാ എന്നുണ്ടോ? തൃശ്ശൂർക്കാർ പൊതുവെ നമുക്കറിയാവുന്നതുപോലെ എറണാകുളത്തിനപ്പുറം ഉള്ള ഓട്ടോറിക്ഷക്കാർ വരെ സത്യസന്ധത, കൂലിയുടെ കാര്യത്തിൽ, ഫെയറിൻ്റെ കാര്യത്തിലൊക്കെ സത്യസന്ധത പുലർത്തുന്നവരാണ്. ഒരു പ്രത്യേകതയാണ്. വടക്കോട്ട് അങ്ങോട്ടാണ്. വടക്കോട്ട് അങ്ങനെ തന്നെയാണെന്ന് പറയാറുള്ളൂ. ഓട്ടോയിൽ തന്നെ നമുക്കത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം തേടുക ഓട്ടോ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ടാക്സി ആയിരിക്കുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം അവരുടെ സത്യസന്ധതയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു സത്യസന്ധത അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് കണ്ടു. അതായത് വികസനത്തിൽ വലിയ പ്രതീക്ഷ നമുക്ക് വയ്ക്കാവുന്ന ആളാണ് സുരേഷ് ഗോപി. പണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത്. അതിൽ രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം പാടില്ല എന്ന് ആദ്യം പറഞ്ഞത് EMS നമ്പൂതിരിപ്പാടാണ്. പിന്നീട് AB വാജ്പേയി പറഞ്ഞു. ഇപ്പോൾ നരേന്ദ്രമോദിയും പറയും. പക്ഷേ നരേന്ദ്രമോദി ഏത് വികസനം പറഞ്ഞാലും അതിലെല്ലാം രാഷ്ട്രീയം കണ്ടെത്തുകയും വിമർശിക്കുകയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് MK വർഗീസ് ഇങ്ങനെ പറഞ്ഞത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. CPI നേരത്തെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ വിമർശിച്ചിരുന്നു. MK വർഗീസ് സുരേഷ് ഗോപിയെ പ്രശംസിച്ചു പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന്. അപ്പോൾ സത്യസന്ധമായിട്ട് ഒരു കാര്യം ഈ സത്യാനന്തര കാലത്ത് പറയാൻ പറ്റില്ല. അതിലെല്ലാം രാഷ്ട്രീയം കലർത്തണം, കള്ളം പറയണം. ഞങ്ങൾ ഈ രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുന്നതിനകത്തും അത് തന്നെയാണ്. ഞങ്ങൾ നിയമപരമായിട്ട് നേരിടത്തില്ല, അതിനൊപ്പം രാഷ്ട്രീയമായിട്ട് നേരിടുക. എന്ത് രാഷ്ട്രീയമായിട്ട് നേരിടുക? നിയമത്തിനപ്പുറം ഒരു രാഷ്ട്രീയമുണ്ടോ? അപ്പോൾ നിയമത്തിൻ്റെ ചട്ടങ്ങൾക്കകത്തല്ലേ ഈ രാഷ്ട്രീയം വരുന്നത്? അതിനപ്പുറമുള്ളതാണോ? ഇതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടുമെന്ന്. നിങ്ങൾ ഏത് രാഷ്ട്രീയം കളിച്ചാലും ശരി, നിയമപരമായിട്ടേ പറ്റൂ. അതിനപ്പുറം പോകുമ്പോൾ അക്രമാസക്തമാണ്, വയലൻസാണ്, അരാജകത്വമാണ്. അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ആ ഭരണഘടന തന്നെയാണ് പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ സുരേഷ് ഗോപി പങ്കെടുത്തത് ഒരു ആയുഷ്മാൻ പരിപാടിയായിരുന്നു. ആയുഷ്മാൻ ചടങ്ങിലാണ് പങ്കെടുത്തത്. MK വർഗീസ് അദ്ദേഹത്തെ പ്രശംസിച്ചു. സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ഇത് കൂടുതലൊന്നും പറയണ്ട, നിങ്ങളുടെ മേയർ സ്ഥാനം പോകും എന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ സുരേഷ് ഗോപി MK വർഗീസിനെ പ്രശംസിച്ചു. ഇതൊക്കെ അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഐക്യം, ഒരേ വേവ് ലെങ്തിലുള്ള യാത്രയൊക്കെ നടത്താറുള്ളതല്ലേ. അങ്ങനെ തന്നെയല്ലേ പിണറായി വിജയനും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ഒക്കെ നടത്താറുള്ളത്. അതിലെന്താ കുഴപ്പം? അവർ പരസ്പരം അവരുടെ ഔദ്യോഗിക വസതികളിൽ പോയിട്ട് ഊണ് കഴിക്കാറുമൊക്കെ ഉണ്ടല്ലോ. പരസ്യമായിട്ടുള്ള രഹസ്യമാണല്ലോ ഇത്. ഇത് വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ കക്ഷി രാഷ്ട്രീയം അതൊരു ഇടുങ്ങിയ മനസ്സുകളുടെ, അതുപോലെ ഇടുങ്ങിയ ഒരു കൂപത്തിൽ, പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് രാഷ്ട്രീയം കാണുന്ന രീതിയാണ്. ആ രീതിയിലുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ്. തൃശ്ശൂരൊന്ന് നന്നാവുമ്പോൾ കേരളം കൂടിയാണ് നന്നാവുന്നതെന്നൊരു ബോധ്യം വേണം. അവിടെ ആയുഷ്മാൻ പദ്ധതി, അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ സുരേഷ് ഗോപി പദ്ധതി കൊണ്ടുവന്നാലും ശരി കേരളത്തിന് നേട്ടം ഉണ്ടാവുക. തൃശ്ശൂരിലായാലും ശരി, മറ്റെവിടെയായാലും ശരി. അതിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വരെ അദ്ദേഹം എന്തെങ്കിലും കൊണ്ടുവന്നാൽ BJPക്ക് നേട്ടമാവുന്നുള്ള രീതിയിൽ കാണുക എന്ന് പറയുന്നത് അത് വികസന വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് കുഴപ്പമുണ്ടാക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിനും തുടർന്ന് ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിക്കുമാണ് ആഘാതം ഏൽപ്പിക്കുക. അതുകൊണ്ട് ഇതിനപ്പുറം ഒരു വികസനത്തിൻ്റെ കാഴ്ചപ്പാട് എല്ലാവരും ഉൾക്കൊള്ളാൻ, അതിനു വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിടുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഒരു സമവായം ഉണ്ടായാൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അനുരഞ്ജനത്തിൻ്റെ പാതയിൽ കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ പരസ്പരം ചെളിവാരി എറിഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ചെളിവാരി എറിയുക രാഷ്ട്രീയം. അവിടെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള AK റോസി തന്നെ പറഞ്ഞു, ഇതൊന്നും കേന്ദ്രം കൊണ്ടുവന്നതാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. UPA ഗവൺമെൻറ് ആയത് കൊണ്ടുവന്നത്. UPA ഗവൺമെൻറ്റിൽ എന്താ CPM പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു.
എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് CPM-ന് അവകാശപ്പെടാൻ എന്താ ഉള്ളത്? ആ മുന്നണിയിൽ അവരുണ്ടായിരുന്നു, അവർ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന അവരാണെന്ന് പറയുന്നു. അല്ല, ഈ ആയുഷ്മാനുമായിട്ട് എന്താ അവർക്ക് ബന്ധം? ചുമ്മാ ആവശ്യമില്ലാതെ ഒരാളെ ചെളിവാരി അറിയാൻ വേണ്ടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനോ കക്ഷിക്കോ രാഷ്ട്രീയത്തിനോ ഗവൺമെൻറ്റിനോ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഇടിച്ച് താർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ നേരിട്ടത് കൊണ്ട് തന്നെ തൃശ്ശൂരിൽ പരാജയപ്പെട്ടത്. വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. വീണ്ടും നിങ്ങളത് ആവർത്തിച്ച് വീണ്ടും പരാജയപ്പെട്ടോളൂ. നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ആ കാര്യത്തിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല, അത് നിങ്ങളുടെ പാർട്ടിയെ ബാധിക്കുന്ന കാര്യം. കേരളം മുന്നോട്ട് തന്നെ പോവും നിങ്ങൾ തോറ്റാലും.